കുരിശാണു രക്ഷ, കുരിശിലാണു രക്ഷ, കുരിശേ നമിച്ചിടുന്നു. യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 4-ാം അധ്യായം 10-ാമത്തെ തിരുവചനം. കർത്താവിൻ്റെ സന്നിധിയിൽ താഴ്മയുള്ളവരായിരിക്കുവിൻ, അവിടുന്ന് നിങ്ങളെ ഉയർത്തും. പ്രിയമുള്ള സഹോദരങ്ങളെ, നോയമ്പിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ, സഹനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ ദൈവത്തെ മുറുകെ പിടിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്, ദൈവസന്നിധിയിൽ നമ്മൾ താഴ്മയോടുകൂടി ആയിരിക്കുവിൻ, അവിടുന്ന് നമ്മളെ ഉയർത്തിക്കൊള്ളും. ജീവിതയാത്രകൾ സങ്കടങ്ങളുണ്ടാകുമ്പോൾ, ഒറ്റപ്പെടുന്ന നിമിഷങ്ങളുണ്ടാകുമ്പോൾ, ആരുമില്ല എന്നുള്ള തോന്നലുണ്ടാകുമ്പോൾ കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് ചേർന്നയിക്കാം. പഴയ നിയമ പുസ്തകത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ, ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ അബ്രാഹത്തെ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. ഒരുപക്ഷെ ബൈബിളിൽ ഒത്തിരിയേറെ അലച്ചിലുകൾ അനുഭവിച്ച ഒരു വ്യക്തിയാണ് അബ്രാഹാം. യാത്രകളെല്ലാം ദൈവം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര ആയിക്കൊള്ളാൻ പറയുന്നു. അബ്രാഹാം ഒരു സംശയവും കൂടാതെ ദൈവത്തിൻ്റെ വാക്ക് ശ്രമിക്കുകയാണ്. അവിടുന്ന് മറ്റൊരു സ്ഥലത്തേക്ക് യാത്രയാകാൻ പറയുന്നു. അബ്രാഹാം അവിടുന്ന് യാത്രയാകുകയാണ്. തൻ്റെ ഏകമകനെ പോലും ബലിയർപ്പിക്കാൻ പറഞ്ഞപ്പോൾ ഉള്ളിൽ അല്പം അസ്വസ്ഥതയുണ്ടെങ്കിൽ പോലും ദൈവം പറഞ്ഞതിന് അപ്പുറത്തോട്ട് ചെയ്യാൻ യാതൊരു സംശയവും കൂടാതെ മുന്നോട്ട് പോയ വ്യക്തിയാണ് അബ്രാഹാം. പ്രിയമുള്ളവരെ, ബൈബിളിൽ നമ്മൾ കാണുന്നുണ്ട്, അബ്രാഹാം ഒരിക്കൽ പോലും തളർന്നു പോകുവാൻ ദൈവം അനുവദിച്ചില്ല. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ നോമ്പിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ, ഈ നോമ്പ് കാലത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്കും തമ്പുരാൻ്റെ സന്നിധിയിൽ താഴ്മയോടുകൂടി ആയിരിക്കാം, എളിമയോടുകൂടി നമുക്കും തമ്പുരാൻ്റെ സന്നിധിയിലായിരിക്കാം. ദൈവം നമ്മളെ ഉയർത്തിക്കൊള്ളും. ആ കുരിശിൻ്റെ ചുവട്ടിലേക്ക് നമ്മുടെ സഹനങ്ങളെയും വേദനകളെയും ചേർത്ത് വെച്ച് നമുക്കും പ്രാർത്ഥിക്കാം. ദൈവമേ, സന്തോഷത്തോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമെന്ന് ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. കുരിശാണു രക്ഷ, കുരിശിലാണു രക്ഷ, കുരിശേ നമിച്ചിടുന്നു.